ഹൈ ഗൈസ്, എല്ലാവർക്കും സീറോ സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 2 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നതില്ല, ഡയറക്റ്റ് വീഡിയോയിലിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അഥവാ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ഒരു കിടിലം പോലത്തെ ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ഇത് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ക്ലിപ്പ് പോയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ബ്രീഡർ ഉണ്ടാക്കുന്നൊക്കെ ഇട്ടിട്ട് എന്ത് കിട്ടാൻ, എല്ലാവർക്കും അറിയുന്നില്ലേ ബ്രീഡർ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അത് ഇട്ടില്ല. പൊട്ടാറ്റോ ബ്രെഡ് എടുക്കുക. ഈ ബഗ് ഉണ്ട് ഗൈസ്, ചെറിയ ബഗ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് അതൊക്കെ ഫിക്സ് ആക്കുന്നതാണ്. ഓക്കെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫിക്സ് ആക്കണം, അല്ലാതെ വേറെ വഴിയില്ല ഇപ്പം. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഗോളൊന്നും വിചാരിച്ച് വെച്ചിട്ടില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ അതാണ്, എനിക്ക് അറിയുമല്ലോ ഈ വീഡിയോയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യാം. ഓക്കെ, നമുക്കെന്നാ ഈ വില്ലേജേഴ്സിനൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താലോ, കറി വെച്ചാലോ അങ്ങോട്ട്. ഗൈസ്, നമുക്ക് എന്തായാലും വില്ലേജേഴ്സിനെ പിടിച്ച് കറി വെക്കാം. ഈ എപ്പിസോഡ് നമ്മളെ ഗോൾ എന്താണെന്ന് വെച്ചാൽ കറി വെക്കലാണ്. ഓക്കെ, അതും വില്ലേജേഴ്സിനെ കറി വെക്കലാണ്. നമുക്ക് 2 ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിട്ടേക്കാം. ലോലി ഡിവൈസാണ് ഗൈസ്, ലാഗൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. എന്താ ഓക്കെ, ചത്തു. നമുക്ക് ശരിക്കും ഈ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ ഒന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല ഗൈസ്. ശരിക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് സ്റ്റോറേജ് ബിൽഡൊക്കെ ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, സ്റ്റോറേജ് ബിൽഡ് ചെയ്യാം നമുക്ക്. ഞാൻ ഗൈസ് ഒന്നെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച് വെക്കണം എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ബട്ട് സ്പീഡ് ചെയ്തില്ല, സ്പീഡ് വേണ്ടതരം കാട്ടി. എന്തായാലും കേസ് വുഡ് പോലും കാണുന്നില്ല, കണ്ടോ, ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും കേസ് ഞാൻ സെറ്റാക്കട്ടെ. കുറച്ച് ഒരു അറൗണ്ട് 2 സ്റ്റാക്ക് വുഡും കണ്ടു വേണം. എന്തായാലും വുഡൊക്കെ ചോപ്പയിട്ടെ കേസ്. അപ്പോൾ കേസ് ഞാൻ എന്തായാലും വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കളക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇൻവെർട്ടറൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫുഡില്ല കേസ്, ഫുഡെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം കുറച്ച് വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കുറച്ച് വുഡ് നമുക്ക് കുറച്ച് പ്ലാങ്ക് ആക്കിയേക്കാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറേ സ്ഥലം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ നമ്മളങ്ങോട്ട് റീബിൽഡ് ചെയ്തെടുത്താലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഒരു സുതിയൊക്കെ ചെയ്ത പോലെ, സുതിയുടെ ഒരു കേവൊക്കെ സുതി ആക്കി. എന്താ സുതി എൻ്റെ ഈ ലെറ്റ്സ് പ്ലേയിലല്ല, ഐ മീൻ കുറച്ച് മുമ്പത്തെ ലെറ്റ്സ് പ്ലേയിൽ ഒരു കേവ് തന്നെ സ്റ്റോറേജ് റൂമാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഗോഡിന് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഗോഡിന് ഇൻസ്പയർ ആയി ചെയ്യാൻ പോകുന്നു. ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു തൂണ് പോലെ വേണം ഗൈസ്. എല്ലാം നമ്മളെ മൈൻഡിൽ എപ്പോൾ വരുന്നു അതുപോലെ ചെയ്യണം. ഒരു തൂണ് പോലെ ഇങ്ങോട്ട് വരുന്നു. നമുക്ക് കുറച്ച് സ്മെൽറ്റ് ആണ് ഗൈസ്, കുറച്ച്. ഇതിന് നമുക്ക് ഒരു ഫർണേസ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർണസ് നമുക്ക് ഇവിടെ വെക്കാം. ഇതെടുത്ത് വെച്ചിട്ട് ഇത് വെക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇത് എവിടെയും കൂടി വെക്കണം. വെറുതെ ആണ് കേസ്, ഭംഗി എടുക്കട്ടെ. ഇനി നമുക്ക് സ്ട്രിപ്പാക്കാം. നമ്മുടെ കയ്യിൽ ഇത് പൊട്ടി. നമുക്ക് എന്തായാലും അയൺ തന്നെ ഉണ്ടാക്കാം ഗൈസ്. അയൺ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം.
എങ്ങനെ ആക്കാൻ കാരണം ഒന്ന് റീഫ്രഷ് ആവാനാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്കൊരു പിക്കാക്സ് അല്ലല്ലോ, എക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിങ്ങനെ ആക്കാം. ഇനി നമുക്ക് സ്റ്റെയർ വേണം. സ്റ്റെയർ മീൻസ് സ്റ്റിക്ക് അതിലുണ്ടായിരുന്നടാ, ഞാൻ വെറുതെ ആക്കി. 24 ആവശ്യമില്ലായിരുന്നു. തേങ്ങ വെറുതെ ഉണ്ടാക്കി ഞാൻ. ഇങ്ങനെ ആക്കാനാണ് സ്റ്റെയർ. 8 എണ്ണം മതിയായിരുന്നു. വെറുതെ കുറേ സ്റ്റേഴ്സ് ഉണ്ട്. ഇല്ല, എടുത്ത് വെക്കാലും വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. വെറുതെയാണ് ഈ സ്ക്രാപ്പ്. ഇത്രേ ഉള്ളൂ. ഇന്ന് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം കിട്ടാനൊന്നുമില്ല. ചെയ്യുന്നു അത്ര തന്നെ. ഇവിടെ നമുക്ക് ഒഴിച്ചിടാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഇങ്ങനെ വളഞ്ഞു പോകുന്ന രൂപത്തിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യാമല്ലോ. ഇത് അയ്യോടാ, തേങ്ങ ഒന്നുകൂടി വേണേനു. പക്ഷേ ഒന്നുകൂടി ഉണ്ടെങ്കിൽ ഫിക്സ് ആയിനടാ. ഇങ്ങനെയല്ലല്ലോ, തല തിരിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെ വെച്ച്. എന്തൊക്കെ തലക്കൊക്കെ എന്തൊക്കെ പറ്റുന്നുണ്ട് ഗെയിം കളിച്ചിട്ട്. ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഫുൾ ടൈം ഗെയിം കളിയൊന്നുമില്ല, മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോൺ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോൺ നമുക്കിപ്പോൾ ആയതെടുക്കാം. അവിടെ വിളിച്ചിട്ട് 2 സ്റ്റോൺ കൂടെ വെക്കാം. ആൻഡ് ഇവിടെ ഒരു ലെവൽ വരുത്താനാണ് ഞാൻ സ്റ്റോൺ വേണം പറഞ്ഞത്. കാരണം ഇവിടെ ഒന്നുമില്ലാതെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാൻഡേൺ ഉണ്ടാക്കണം. ലാൻഡേൺ പറയുമ്പോൾ ഇവിടെ പിന്നെ സ്പോൺ ആവുന്നുണ്ട് ഗൈസ്. അയൽപോലം സ്പോൺ ആവുന്നുണ്ട്. ഇവിടെ ഒരു കോളില്ല. കോളൊക്കെ ഈ കേവ് ഒന്ന് കിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് ഒരു പൊട്ടിച്ചെടുത്തിട്ട് പോകാം ഗൈസ്. കോള് കളക്ട് ചെയ്യാൻ പോവാം. തേങ്ങ ഇവിടെ കോളില്ലൊരു മണ്ണാൻ കിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് സ്ലീവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഓക്കെ. അപ്പോൾ നമ്മൾ കോള് തപ്പി ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇല്ല. അപ്പോൾ ഇനിയുള്ള ഒരു വഴി, ഫസ്റ്റ് നമുക്ക് അയൺകുളത്തിനെ വന്നാലോ. അയൺകുളത്തിനെ കണ്ടിരുന്നല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അയൺകുളം ഉണ്ടായിരുന്നേ, സത്യം പറഞ്ഞു കാണാനല്ല. അപ്പം എന്തായാലും ഞാൻ ലാൻഡേണും കോളും അയണൊക്കെ ഒപ്പിച്ചിട്ട് കാണാം ഗീസ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഒപ്പിക്കട്ടെ. ഇത് ഒപ്പിക്കാൻ തന്നെ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. തേങ്ങ